السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് റമദാൻ മാസത്തിൽ ജുമുഅ നിസ്കാരം അത് നിർവഹിച്ചതിൻ്റെ ശേഷം അവൻ്റെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പള്ളിയിൽ ഖുർആനും സുന്നത്തും അത് പറയുന്ന സദസ്സിൽ പങ്കെടുത്ത് ഇരുന്ന് പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് അവസരം നൽകുന്നു. ഈ അവസരം നല്ല നിലക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തി പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉപകാരമുള്ള വിജ്ഞാനമായി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മൂന്ന് സഹോദരങ്ങളോട് എനിക്ക് ഇങ്ങോട്ട് ചാരി ഇരിക്കാതെ സദസ്സിലേക്ക് വരാൻ നിങ്ങൾക്കൊരു പുതിയ അനുഭവമാണത്. അടുത്തിരിക്കും, കുറച്ചുകൂടി കൂടി അടുത്ത്, ഈ കുട്ടികൾ കുറച്ചുകൂടി അടുത്ത് വന്നിരുന്നാണ് കുട്ടികൾ. ഒരു പുതിയ അനുഭവമാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടതാണ്, ഇത് നമ്മളിൽ പെട്ടതുമാണ്. ബാറക്കല്ലാഹു ഫീക്കും. നിങ്ങൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് പുതിയൊരവസരം, പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിച്ചതാണ്. അൽഹംദുലില്ലാഹ്, അത് ഉപയോഗപ്പെടുത്തണം. കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ട് ചില ആദാബുകളും അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ നന്മകളും ഗുണങ്ങളുമൊക്കെ പലതും പറഞ്ഞിരുന്നു. ഇന്ന് പറയുന്ന ചില കാര്യങ്ങൾ, നാം നോമ്പനുഷ്ഠിച്ച ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ നമ്മെ ഭക്ഷണങ്ങൾ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനെ ശാരീരികമായി നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റി നിർത്തി അത് ചെയ്യരുതേ എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുത്തലല്ല ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. മാ യുരീദുല്ലാഹു ബിക്കുമുൽ ഉസ്റ, നിങ്ങളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളതല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അവൻ തന്നെ അത് പറയുന്നുണ്ട് നമ്മോട്. നോമ്പ് ഈ പറയുന്ന ഇബാദത്തുകൾ നിർബന്ധമാക്കി അടിമകളായ നമ്മെ പ്രയാസപ്പെടുത്തുക, കഷ്ടപ്പെടുത്തുക എന്ന് ഒരിക്കലും ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യങ്ങളില്ല. നമ്മൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒന്ന് പാകപ്പെടുത്തി കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച്, നമ്മുടെ മനുഷ്യന്റെ മനസ്സും ശരീരം അത് നിയന്ത്രണമില്ലെങ്കിൽ ഒരു സ്റ്റാറിംഗ് ഇല്ലാത്ത ഒരു വാഹനം പോലെ, നിയന്ത്രണമില്ലാത്ത ഡ്രൈവർ ഇല്ലാത്തൊരു വാഹനം പോലെ, അത് കണ്ടതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാളിച്ചു പോകും. അപ്പം അതിനെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയോടെ ഏറ്റവും നല്ലൊരു വ്യക്തിത്വം ആക്കിയെടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സൂറത്തുൽ ബലദിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹദൽ ബലദിൽ അമീൻ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ബഹുമാന ആദരവുള്ള ഈ പറയുന്ന വസ്തുക്കളിലൊക്കെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നമ്മൾ ഏറ്റവും ഉത്തമമായ ഒരു ഘടനയിൽ, ഏറ്റവും വെരി ഗുഡ് ക്വാളിറ്റിയിൽ, ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി, അതിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത്ര നല്ലൊരു വ്യക്തിത്വം, അത്ര നല്ല ഒരു സൃഷ്ടി ഈ ലോകത്തില്ല തന്നെ. ഇത്ര വലിയ ആകാശങ്ങളും ഭൂമികളും മറ്റുള്ള ജീവികളും ഓരോന്നിനെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വിവേകം, അസത്യങ്ങളെ വിവേചിച്ച് അറിയാനുള്ള ഒരു അറിവ്, കഴിവ് അത് മനുഷ്യർക്കാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തുള്ള ഓരോ സംവിധാനങ്ങൾ, സാധനങ്ങളെയും സൃഷ്ടികളെയും മനുഷ്യർ വിധേയപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ ഉപയോഗപ്പെടുത്താൻ ആളുകളാണ് അത് മുഴുവനും ഉപയോഗപ്പെടുത്തുന്നത്, ആസ്വദിക്കുന്നത്, അനുഭവിക്കുന്നത്. മനുഷ്യൻ അള്ളാഹു ഇത്ര ഉത്തമമായ ഒരു ഘടനയിലാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് അള്ളാഹു പറയുന്നു സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, 10 പൈസക്കില്ലാത്ത നീചനായ, ഏറ്റവും നികൃഷ്ടനായ, ഏറ്റവും താന്ന ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ നമ്മൾ കൊണ്ടുപോയി തള്ളി. മനുഷ്യരായ നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, നിർദ്ദേശിക്കപ്പെട്ട അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, കൽപ്പനകൾ, വിരോധങ്ങൾ, അത് ശ്രദ്ധിക്കാതെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചാൽ അള്ളാഹു അവന് നൽകിയ ഉത്തമമായ ഈ ഗുണവിശേഷണങ്ങളിന് അവൻ പിന്നെ ഒന്നിനും കൊള്ളാത്ത അധകൃതനായ ഒരു ജീവിയായി മാറുമെന്ന് ഖുർആനിൽ കൂടെ അള്ളാഹു പറയുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ ക്വാളിറ്റി അത് താന്ന് പോയി ലോ ക്വാളിറ്റിയിലേക്ക് അത് പോയി മറ്റു തകരാതിരിക്കണമെങ്കിൽ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, അവന്റെ വിശ്വാസം, ആദർശം, അവന്റെ മനസ്സിൽ അവൻ ഉയർത്തിപ്പിടിച്ച് വഹിച്ചുകൊണ്ട് നടക്കുന്ന അവന്റെ വിശ്വാസം, ആദർശം അത് ശരിയാക്കണം. തൗഹീദും സുന്നത്തും നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച്, അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയ, കാണിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അപ്പോഴേ ഒരു മനുഷ്യൻ അവന്റെ അള്ളാഹു സൃഷ്ടിച്ച ആ നിലവാരത്തിൽ, ആ ഹൈ ക്വാളിറ്റിയിൽ, ആ ഏറ്റവും നല്ല ഉന്നതമായ വിശേഷണത്തിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മൾ ഈ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിക്കുകയും വിഭവങ്ങൾ മുഴുവനും അത് നമ്മൾ ദുരുപയോഗം ചെയ്യുകയും
അള്ളാഹു നമ്മുടെ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി സൃഷ്ടിച്ചോ അത് നമ്മൾ ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ സ്വയം നാം തകരുകയാണ് ചെയ്യുന്നത്, നമ്മൾ നശിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതില്ലാതിരിക്കാനാണ് അള്ളാഹു ഈ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൽപ്പനകളും നൽകിയത്. ഒരാൾ നോമ്പുകാരനാകുമ്പോ ഞാൻ പറഞ്ഞു വന്നത് അവൻ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുമ്പോൾ, ഭക്ഷണപാനീയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു വർഷത്തിൽ ഈ ഒരു മാസത്തിന്റെ പകല് സമയത്ത് മാത്രമേ റമദാനിലെ നോമ്പുകാരൻ അത് ഹറാമാക്കുന്നുള്ളൂ അല്ലേ? ഭക്ഷണപാനീയങ്ങൾ നമുക്ക് എല്ലാ സമയത്തും അനുവദനീയമായതാണ്. രുചികരമായ, വിഭവസമൃദ്ധമായ, ഹലാലായ, ത്വയ്യിബായ വിഭവങ്ങൾ നമുക്കത് കഴിക്കാവുന്നതാണ്. അതിൽ പരിധി വിടരുതേ, ദൂർത്തുണ്ടാവരുതേ എന്നുള്ളത് 11 മാസവും എന്ന് മാത്രമല്ല 12ാമത്തെ റമദാനിന്റെ രാത്രി പോലും നമുക്കത് അനുവാദമുള്ളത്. റമദാനിന്റെ പകല് കുറച്ച് സമയം ഫജ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ നിങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കണം എന്നാ നിയമം. എന്നാൽ ഹറാമായ മറ്റുള്ള നിഷിദ്ധമായ വാക്കുകള്, പ്രവൃത്തികള്, കേൾവികള്, നോട്ടങ്ങള്, ചിന്തകള്, അത് നമുക്ക് 12 മാസവും ഒരു നിമിഷവും ഒഴിവില്ലാതെ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ. 12 മാസവും ഹറാമാണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഹറാം കാണാൻ പാടില്ല, ഹറാം പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. മനുഷ്യരായ നമ്മളെ പിശാചും നമ്മുടെ ദേഹ ഇച്ഛകളും നമ്മുടെ ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ ചിലതൊക്കെ പല തെറ്റായ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കും. അത് ഒരു മനുഷ്യന്റെ അടുത്ത് അവൻ നോമ്പുകാരനാണെങ്കിലും പാടില്ല, അല്ലാത്ത സമയത്തും പാടില്ല. അപ്പൊ ഒരാൾ നോമ്പുകാരൻ അന്നപാനീയങ്ങൾക്ക് ഒഴിവാക്കി ശ്രദ്ധയോടെ പോകാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി നോമ്പുള്ള സമയത്ത് ഈ ഹറാമായ തെറ്റായ കാര്യങ്ങൾ ചെയ്യാം. വാക്കുകൂടെ പ്രവൃത്തിയിൽ കൂടെ അവന്റെ ചിന്തയിലോ തെറ്റായ കാര്യങ്ങൾ അവനിങ്ങനെ സങ്കല്പിച്ചോ തെറ്റായ കാര്യങ്ങൾ ചെയ്യും. എത്ര ഗൗരവതരമാണത് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഒരു സമയത്തും നമുക്ക് അനുവാദമില്ലാത്ത കാര്യങ്ങൾ ഈ റമദാനിന്റെ മഹത്തായ രാപ്പകലുകളിൽ ഒരാളത് ചെയ്യാം. അതൊരിക്കലും ഉണ്ടാവരുത്. ആ തെറ്റായ കാര്യങ്ങൾ നമ്മളെടുത്ത് വന്നുപോയാൽ നോമ്പ് കൊണ്ട് ഏതൊരു ലക്ഷ്യമാണോ വാഗ്ദാനം ചെയ്യപ്പെടുന്നത്, ഉദ്ദേശിക്കപ്പെടുന്നത്, താല്പര്യപ്പെടുന്നത്, നോമ്പ് കൊണ്ട് ഏതൊരു പ്രതിഫലമാണോ നമ്മോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നത്, അത് നമുക്ക് നഷ്ടപ്പെടും. എത്ര നോമ്പുകാരാണ് റുബ്ബ സായിമിൻ, എത്ര നോമ്പുകാരാണ് ലൈസ ലഹു മിൻ സൗമിഹി ഇല്ലൽ ജൂഉ വൽ അതശ്, അവന്റെ നോമ്പ് കൊണ്ട് അവന് വിശപ്പുണ്ടാകും, പാവത്തിന് ദാഹമുണ്ടാകും അവന്. പക്ഷേ അതല്ലാതെ വേറെ ഒരു നേട്ടം, തഖ്വ എന്ന് പറയുന്ന ഉദ്ദിഷ്ട ലക്ഷ്യം സാധ്യമാവുകയില്ല. അള്ളാഹു നോമ്പുകാർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന പ്രതിഫലം, മഹത്തായ പ്രതിഫലം അവന് ലഭിക്കാനും പോകുന്നില്ല. എത്ര നോമ്പുകാർ വറുബ്ബ ഖായിമിൻ, രാത്രി നിസ്കരിക്കുന്ന എത്ര ആളുകളുണ്ട് ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, ഉറക്കൊഴിച്ചു കുറച്ചു നേരം നിന്നു, കാല് കടഞ്ഞു, പ്രയാസപ്പെട്ടു എന്നല്ലാതെ ആ രാത്രി നിസ്കാരം കൊണ്ട് അവൻ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ, നേടിയെടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന നോമ്പിന്റെ സമയത്തും അല്ലാത്ത സമയത്തും തെറ്റായ വാക്കുകള്, പ്രവൃത്തികള്, ചിന്തകള്, അതിൽ നിന്ന് നമ്മൾ മുക്തരാവണം. നമ്മൾ അതിനെ നിയന്ത്രിക്കണം. നമ്മുടെ നഫ്സിനെ, നമ്മുടെ ശരീരത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ അതിനെ ഭാഗപ്പെടുത്തി കൊണ്ടുവരണം. നമ്മൾ അതിന് എഫേർട്ട് എടുക്കണം. അപ്പോഴേ നമുക്ക് ഈ നോമ്പ് കൊണ്ടുള്ള നേട്ടങ്ങൾ, അള്ളാഹു അതുകൊണ്ട് ലക്ഷ്യമാക്കിയ തഖ്വയും അതിന്റെ മേൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രതിഫലങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലുള്ള എന്റെ സമുദായത്തില് പാപ്പരായ ആള്, പാപ്പരാക എന്ന് പറഞ്ഞാൽ ഒരാളെ സമ്പത്ത് മുഴുവനും അവന് നഷ്ടപ്പെട്ടു പോയി. കച്ചവടോ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് ആകെ പൊളിഞ്ഞു പോയ ആളുകള്, ബിസിനസ്സൊക്കെ ചെയ്തു, ലാഭം ഏതായാലും കിട്ടിയില്ല, പ്രോഫിറ്റ് ഏതായാലും ഇല്ല, എന്നാൽ അതിന്റെ റഅ്സുൽ മാൽ, മൂലധനവും നഷ്ടപ്പെട്ടു, മുഴുവൻ അവന് തൊലഞ്ഞു പോയി, ആകെ ബിസിനസ് പൊളിഞ്ഞു പോയി, 10 പൈസ കയ്യിൽ ബാലൻസ് ഇല്ലാതെ. അങ്ങനെ തൊലഞ്ഞു വരുന്ന ചില ആളുകളുണ്ട് ഖിയാമത്ത് നാളിലാണ് അവർ വരുന്നത്. എന്നാൽ അവരവിടെ വരുന്ന സമയത്ത് ബിസ്വലാത്തിൻ വസിയാമിൻ വസക്കാത്തിൻ, അവര് മഹത്തായ നിസ്കാരം നിർവഹിച്ച ആളുകളാണ്, അതേപോലെ നോമ്പനുഷ്ഠിച്ച ആളുകളാണ്. എന്താണ്, നിങ്ങളെ പോകാനാണോ അതല്ല എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് വരാനാണോ? അവിടെയുണ്ട് എക്സാമൊക്കെ കഴിഞ്ഞവര്, പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയും. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്,
പിന്നെ സക്കാത്ത്, ദാനധർമ്മങ്ങളുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുമായിട്ട് നല്ല പ്രതീക്ഷയോടുകൂടെ ഖിയാമത്ത് നാൾ വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവൻ ഖിയാമത്ത് നാൾ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവൻ ചീത്ത വിളിച്ചിട്ടുണ്ട്. നോമ്പിന്റെ സമയത്തുണ്ടായിട്ടുണ്ടാകും, അല്ലാത്ത സമയത്തുണ്ടാകും. മറ്റുള്ള ആളുകളെ അപവാദം പറഞ്ഞിട്ടുണ്ടാകും. അവൾക്ക് അവനോട് പ്രേമാണ്, ഓൻ അവൾ പ്രേമാണ്, ഓൻ തമ്മിൽ ബന്ധാണ്, വേറെ കാര്യങ്ങളാണ്. ഇവൻ കണ്ടിട്ടുണ്ടാകും ഓൻ സൂചന, തെറ്റിദ്ധാരണ, ഓന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വേറെ ഉണ്ടായിട്ടുണ്ടാകും. ഒരു പക്ഷെ അപവാദം പറഞ്ഞു. മറ്റുള്ള ആളുകളുടെ ധനം ഒരു ന്യായവുമില്ലാതെ ഏതെങ്കിലും ഐഡിയകളും വഞ്ചനകളും ചതിയിൽ കൂടെയും അത് കഴിച്ചിട്ടുണ്ടാകും. മറ്റുള്ളവരെ ആക്രമിച്ചിട്ടുണ്ടാകും. അവരടിച്ചിട്ടുണ്ടാകും. ന്യായമായ നിരക്കല്ലാതെ അക്രമപരമായി അനീതിയിൽ കൂടെ ഈ പറയുന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ട് അവന്റെ അടുത്ത് നിന്ന് ഈ ഹക്കുകൾ ഇവിടുന്ന് പൊരുത്തപ്പെടിപ്പിക്കാതെ, മറ്റുള്ള ആളുകളോട് പറഞ്ഞു തീർക്കാതെ അവൻ ഈ ലോകത്ത് നിന്ന് മരിച്ചുപോവുകയും ചെയ്തു. തൗബ തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള നമ്മൾ ചെയ്ത വീഴ്ചകളും തെറ്റുകളിലുള്ള തൗബയാണെങ്കിൽ അതിന് 3 ഡിമാൻഡുകൾ, ശുറൂത്തുകളാണ് പണ്ഡിതന്മാർ പറയും. 3 എണ്ണം. ഒന്നാമത്തത് ചെയ്യുന്ന തെറ്റ് നിർത്തിവെക്കണം. നിർത്തിവെക്കണം. എന്റെ അടുക്കൽ വലിയ തെറ്റുകൾ വന്നല്ലോ എന്ന് പറയുന്ന കുറ്റബോധം, പാപഭാരം കൊണ്ട് അവന്റെ മനസ്സ് പൊട്ടിത്തകരുകയും വേണം. കുറ്റബോധം ഉണ്ടാവാം. പിന്നെ മൂന്നാമത്തത്, ഇനി മേലിൽ എന്റെ ജീവിതത്തിൽ തെറ്റ്, ഈ പറയുന്ന തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല എന്ന് പറയുന്നൊരു പ്രതിജ്ഞയും വേണം. ഈ 3 ഷർത്തുകളാ പറയും. അള്ളാഹു ഹറാമാക്കിയ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടോ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടോ പശ്ചാത്തപിക്കുന്ന ഒരാളാണെങ്കിൽ ഈ 3 ഷർത്തുകളാണ്. പിന്നെ ഇഖ്ലാസ് വേണമെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നാം ചെയ്യുന്ന ഏത് ഇബാദത്തിനും പൊതുവിൽ ഉള്ള ഒരു ഉപാധിയാണ് ഇഖ്ലാസ്. കളങ്കമറ്റ ഹൃദയമാണ്, അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷ കൊണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ 3, അതല്ലെങ്കിൽ ഈ 4 മൊത്തത്തിലുള്ളതും കൂട്ടിയ 4. എന്നാൽ സൃഷ്ടികളായ ആളുകളുമായുള്ള ഹക്കുകൾ, ഈ പറയുന്ന അവകാശങ്ങൾ ഏതെങ്കിലും പെട്ടാൽ അത് അവർക്ക് കൊടുത്തു തീർക്കണം ഈ ദുന്യാവിൽ, അതല്ലെങ്കിൽ പറഞ്ഞു തീർക്കണം ഇവിടെ വെച്ച്. ഇതാണ് ഇതിന്റെ ഷർത്ത. അതിന്റെ ഉപാധിയാണ് നിബന്ധന. ഏത് വലിയ തക്കുവണ്ടായി, ഏത് വലിയ മഹാനായിട്ടായും ആളുകൾക്കുള്ള അവകാശങ്ങൾ നമ്മൾക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ, സാമ്പത്തികമോ ശാരീരികമോ അഭിമാന പ്രശ്നങ്ങളിലോ ഇടപെട്ടതൊക്കെ അതിവിടെ വെച്ച് അവരോട് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കണം, മാപ്പ് പറയണം. അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തിക പോലത്തെ കാര്യങ്ങളാണെങ്കിൽ അത് കൊടുത്തു തീർക്കണം, അതല്ലെങ്കിൽ പറഞ്ഞു തീർക്കണം. അതായത് ഷർത്താണ്, ഉപാധിയാണ്. അങ്ങനെ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടാൽ അവൻ വലിയ നിസ്കാരം പ്രതീക്ഷയുണ്ട്, നോമ്പ് അതിൽ പ്രതീക്ഷയുണ്ട്, സക്കാത്ത് പ്രതീക്ഷ, നല്ല സൽക്കർമ്മങ്ങളുമായിട്ട് വന്നിട്ട് ഇവർക്കൊക്കെയുള്ള ഹക്കുകൾ കൃത്യമായി കണക്ക് നോക്കി അള്ളാഹു അവിടുന്ന് ഓരോരുത്തർക്കും പാവങ്ങൾക്ക് കൊടുക്കാനുള്ള കൊടുക്കും. ഇവന്റെ സൽക്കർമ്മത്തിന് കൊടുക്കും, ഇവന്റെ സൽക്കർമ്മത്തിൽ നിന്ന്. എന്നിട്ട് അവന്റെ സൽക്കർമ്മങ്ങൾ കഴിഞ്ഞു, അവകാശികള് അർഹതപ്പെട്ട ആളുകൾ ബാക്കിയാണെങ്കിൽ അവരുടെ പാപങ്ങൾ അതെടുത്തിട്ട് ഇവന്റെ മേലെ അള്ളാഹു കൊണ്ടുവന്ന് നിക്ഷേപിക്കും. ഇവന്റെ സൽക്കർമ്മങ്ങൾ മുഴുവനും പോയി പ്രതീക്ഷയോടെ വന്നിട്ട് അതോടുകൂടെ മറ്റുള്ള ആളുകൾ ചെയ്ത പാപത്തിന്റെ ഭാരത്തോടുകൂടെ ഇവനെ ഫതുരിഹത് അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ, പിന്നീട് ഈ വ്യക്തിയെ നരകത്തിൽ കൊണ്ടുപോയി തള്ളും. സ്വഹീഹായ ഹദീസാണ്, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൽ നോമ്പിന്റെ കാര്യം ഹദീസിൽ പ്രവാചകൻ പറയുകയും ചെയ്തു. അപ്പൊ നമ്മൾ നോമ്പിന് വലിയ പ്രതിഫലമുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ മറ്റുള്ള ഈ ഹക്കുകളോ കാര്യങ്ങളോ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ, പ്രത്യേകിച്ച് മറ്റുള്ള ആളുകളുടെ ഹക്കുകളാണെങ്കിൽ അതിലൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയം നമ്മൾ കാണണം. നോമ്പുകാരായാല് ചില ആളുകൾക്ക് സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരും. നമ്മുടെ നാട്ടിൽ മുമ്പൊക്കെ ചില ആളുകൾ നോമ്പ് തലക്ക് കയറി എന്നുള്ളത്, അത് പിശാച് ഒരു നന്മയേറ്റും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടിയിട്ട് അവൻ ചില കൗശലങ്ങളും തന്ത്രങ്ങളും ചതികളൊക്കെ പ്രയോഗിക്കും. അതിന് നമ്മൾ അവിടെ ജാഗ്രതയാണ് നമ്മൾ ഭാഗത്തുണ്ടാവേണ്ടത്, സൂക്ഷ്മതയും ശ്രദ്ധയുമാണ് നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടത്. അതില്ലാഞ്ഞാൽ ഈ പറയുന്ന നിലക്ക് നമ്മൾ ചെയ്ത ആ സൽക്കർമ്മങ്ങള്, ആ ത്വാഅത്തുകള് അത് നമുക്ക് നഷ്ടപ്പെടും. അതിന്റെ പ്രതിഫലം ലഭിക്കൂല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ മറ്റുള്ളവരുടെ പാപങ്ങൾ നമുക്ക് വരും, ആളുകളുടെ മേലുള്ള ഹക്കുകളാണെങ്കിൽ. നേരെ മറിച്ച് മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ടതല്ലാത്ത തെറ്റുകൾ കാര്യങ്ങളാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ അവന് വിശപ്പും ദാഹവും ക്ഷീണും ഒക്കെ സഹിക്കുന്നുണ്ടാകും. പക്ഷേ അവന് വേറെ പറയത്തക്ക പ്രതിഫലം ഈ സൽക്കർമ്മം കൊണ്ട്, ഈ നോമ്പ് കൊണ്ട് അത് ലഭിക്കൂല. കാരണം അവന്റെ അടുത്ത് തെറ്റായ കാര്യങ്ങൾ വന്ന് അവന് അതിന്റെ പ്രതിഫലങ്ങളെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളത്.
നാം നമ്മുടെ നാവിനെ സൂക്ഷിക്കണം, അതേപോലെ തന്നെ നമ്മുടെ കേൾവിയെ സൂക്ഷിക്കണം, നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണം, നമ്മുടെ മനസ്സിൽ തെറ്റായ ചിന്തകളോ സങ്കല്പങ്ങളോ കാര്യങ്ങളോ തോന്നലുകളോ വരുന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കണം. അതൊക്കെ വളരെ ഗൗരവത്തോടുകൂടെ നോമ്പിന്റെ സമയത്ത് മാത്രമല്ല, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ആസകല സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യരാണ് നമ്മൾ. മനുഷ്യ സഹജമായി തെറ്റുകളോ പാപങ്ങളോ വന്നാൽ ഇസ്തിഗ്ഫാറും പശ്ചാത്താപവും തൗബയുമായി അള്ളാഹുവിലേക്ക് നമ്മൾ മുന്നിടണം. മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ഒരു അമല് അള്ളാഹുവിന്റെ റസൂലേ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരി. പ്രവാചകൻ അദ്ദേഹത്തിന് അല്പം ദീർഘമായ ഹദീസിൽ കൂടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, 5 വക്ത് നിസ്കാരം നിർബന്ധമായ നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് നൽകണം, ഹജ്ജ് നിർവഹിക്കണം, നോമ്പനുഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ ശരീരം ആസകലം നിനക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പരിഹാരം, ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിന് ആസകലം തെറ്റിലേക്കും വൃത്തികേടിലേക്കും പോകാതെ സുരക്ഷിതനായി ലോകത്ത് ഒരാൾക്ക് മുന്നേറാൻ പര്യാപ്തമായ ഒരു പരിഹാരം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ പറഞ്ഞു തരിയെന്ന്. അപ്പൊ പ്രവാചകൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, കുഫ്ഫ അലൈക ഹാദാ എന്ന് പറഞ്ഞ് പ്രവാചകനെ നാവിന് പിടിച്ചു. കുഫ്ഫ അലൈക ഹാദാ, നീ ഇത് തടഞ്ഞ് ശ്രദ്ധിച്ച് ജീവിക്കണം. നോമ്പാണ്, കണ്ടതൊക്കെ മറ്റുള്ള ആളുകളെ കുറിച്ച് പരിഹാസമാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ഗീബത്താണെങ്കിൽ, മറ്റുള്ള ആളുകളെ ഇൻസൾട്ട് ചെയ്യലാണെങ്കിൽ, വേറുള്ള ആളുകളെ കുറിച്ച് ചർച്ച ചെയ്ത് വിലയിരുത്തലാണെങ്കിൽ നേരം പോവാനേ കൂടിയിരുന്നിട്ട് അവരെക്കുറിച്ചുള്ള വിമർശനം, ഇവരെക്കുറിച്ചുള്ള വിലയിരുത്തൽ, അവരെക്കുറിച്ചുള്ള നിരൂപണം അങ്ങനെ ചെയ്തിട്ട് നിന്റെ സൽക്കർമ്മങ്ങൾ അറിയാതെ നീ പരാജയപ്പെടുത്തി നഷ്ടപ്പെടുത്തി കളയരുത്. കുഫ്ഫ അലൈക ഹാദാ, ചാറ്റാണ്, അതല്ലെങ്കിൽ ഷെയറാണ്, അതല്ലെങ്കിൽ വേറുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയയാണ്, വാട്സപ്പാണ്, ഫേസ്ബുക്കാണ്, ഇൻസ്റ്റഗ്രാമാണ്. കുഫ്ഫ അലൈക ഹാദാ. പ്രവാചകൻ തന്റെ നാവിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് നീ തടഞ്ഞു വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു സഹാബിയുടെ കൂട്ടത്തിൽ നല്ല വിവരം പഠിപ്പുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു പ്രവാചകൻ, നല്ലൊരു യുവാവായിരുന്നു അദ്ദേഹം, പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം ചോദിച്ചു, യാ നബിയല്ലാഹ് വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലം, അല്ലാഹുവിന്റെ റസൂലേ നബിയേ, നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ നമുക്ക് ശിക്ഷയുണ്ടാകുമോ? അതിനൊക്കെ നമ്മൾ പിടികൂടപ്പെടുവോ? അതിനൊക്കെ വിചാരണേ എന്ന് ചോദിച്ചു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, സക്കിലത്ക ഉമ്മുക യാ മുആദ്. കുട്ടികൾ നിങ്ങൾ ഈ ഹദീസ് കേട്ടണോ? ബാറക്കല്ലാഹു ഫീക്കും. സക്കിലത്ക ഉമ്മുക യാ മുആദ്, നിന്റെ മാതാവിന് നീ ഒരു ഭാരമായി തീരട്ടെ മുആദേ. പ്രത്യക്ഷത്തിൽ അതൊരു ചീത്ത വാക്കാണ്, ഒരു ശാപവാക്കാണ്. പക്ഷെ പ്രവാചകൻ അത് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതല്ല. അറബികൾക്ക് ഇങ്ങനത്തെ ചില പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു കുട്ടിയോടോ അതല്ലെങ്കിൽ ഒരു വിഡ്ഢിത്തരമാരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ വാക്ക് പറയതിലൊരു സുന്നത്താണ്. അവനെ വിമർശിക്കുന്ന സമയത്ത് സക്കിലത്ക ഉമ്മുക യാ വലദ് എന്ന് പറഞ്ഞാൽ അതിന് കൂലി കിട്ടും. പ്രത്യക്ഷത്തിൽ ശാപവാക്കാണ്. അള്ളാഹുവിന്റെ റസൂല് ഒരു വിമർശനത്തിന് വേണ്ടി ഉപയോഗിച്ച വാക്ക് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. സക്കിലത്ക ഉമ്മുക യാ മുആദ്, നിന്റെ മാതാവിന് നീ ഒരു ഭാരമാവട്ടെ. ഇത്ര പക്വതല്ലാത്ത, ഇത്ര ബുദ്ധിയില്ലാത്ത, അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അർത്ഥശൂന്യമായ ചോദ്യം ഇതൊക്കെ ചോദിക്കുക, ഇത് കുറച്ച് പഠിപ്പും കാര്യമൊക്കെ ഉള്ള കുട്ടിയാന്നുള്ള ഇതിലാണല്ലോ എന്നുള്ളതാണ്. സക്കിലത്ക ഉമ്മുക യാ മുആദ് വഹൽ യുകബ്ബു الناس في النار على وجوههم او على مناخرهم, ആളുകളെ നരകത്തിൽ അവരുടെ മുഖം കുത്തി തള്ളപ്പെടുന്നത്, അതല്ലെങ്കിൽ മൂക്ക് കുത്തിയിട്ട് ആളുകളെ മുഖത്തിൽ കൊണ്ടുപോയി തള്ളപ്പെടുന്നത്, ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവുകൾ കൊയ്തെടുക്കുന്ന പാപങ്ങളല്ലയോ? ആളുകളുടെ നാവുകൾ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ, അതല്ലെങ്കിൽ മരത്തിന്റെ താഴെ 4 കല്ലും അട്ടിക്കല്ലും വെച്ചിട്ടാണെങ്കിൽ ആളുകൾ വന്നിരിക്കാൻ സൗകര്യം ചെയ്തോളൂ. ശരിക്ക് വഴിവക്കിൽ ചില മര്യാദകൾ പാലിക്കാത്ത ആളുകൾ ചെന്നിരിക്കരുതേ നദിയുടെ നീ. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വഴിവക്കുകളിൽ ചെന്നിരിക്കരുതേ. അപ്പൊ സഹാബികൾ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ ഭൗതികമായ ദുന്യാവിന്റെ ചില കാര്യങ്ങളും മറ്റൊക്കെ ചർച്ച ചെയ്യാനും വേറെ ആളുകളെ കണ്ടുമുട്ടാനും ചെന്നിരിക്കാതെ കഴിയൂല, നമുക്ക് അത്യാവശ്യമാണ്. എന്നാൽ വഴിക്ക് ചില അവകാശങ്ങളും കടമകളുണ്ട്, അത് നിങ്ങൾ നൽകാൻ തയ്യാറാവണം.
സലാം പറയാൻ തയ്യാറാവണം, ആരെങ്കിലും പറഞ്ഞാൽ മടക്കാൻ തയ്യാറാവണം, തെറ്റാത് കാണുന്നുണ്ടെങ്കിൽ കണ്ണ് ചിമ്മാൻ തയ്യാറാവണം, ആളുകൾക്ക് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ ഉപദേശിച്ചു കൊടുക്കാൻ തയ്യാർ. ഇങ്ങനത്തെ അദബുകൾ പഠിപ്പിച്ചു കൊടുത്തുക. ഇന്ന് ബസ് സ്റ്റോപ്പുകളാണെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും കടയാണെങ്കിൽ അതിൻ്റെ അടുത്തിട്ട ബെഞ്ചും കസേരയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു മരത്തിന്റെ തണലുള്ള ഭാഗത്താണെങ്കിൽ കൂടിയിരുന്നിട്ട് പല ചർച്ചകളും അതിലുണ്ടാകും. കൺട്രോൾ ഉണ്ടാകൂല. എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കൊയ്തെടുത്തു, ആരൊക്കെ അഭിമാനത്തിൽ കൈവച്ചു, ആരൊക്കെ പ്രയാസങ്ങൾ ഇടപെട്ടു. ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ആളുകൾ അവരുടെ നാവുകൾ കൊയ്തെടുത്തതിന്റെ ഫലമല്ലാതെ നരകത്തിൽ ചെന്ന് ചാടുന്നുണ്ടോ? വളരെ ഗൗരവത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്, വളരെ ഗൗരവത്തോടെ. ഈ ഹദീസ് ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതാണ്. നാസിറുദ്ദീൻ അൽബാനി സഹീഹാണ് എന്ന് പറഞ്ഞ ഹദീസ്. മറ്റൊരു സ്ഥലത്ത് പ്രവാചകൻ പറഞ്ഞു, മൻ യദ്മൻ ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. ഒരാൾ അവന്റെ രണ്ട് താടിയലിന്റെ, താഴെയും മുകളിലുമുള്ള വായിലെ താടിയലിന്റെ ഇടയിലുള്ളത്, അതിന് ഒരാൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണ്, അതിന് ഒരാൾ എനിക്ക് വാറണ്ടി തരികയാണ്, ഞാനതിന് ദുരുപയോഗം ചെയ്യൂല. അഥവാ രണ്ട് താടിയലിന്റെ ഇടയിലുള്ളത് നമ്മുടെ നാവാണ്. ആ സാധനം ഞാൻ തെറ്റായ മാർഗത്തിൽ അതിനെ ഉപയോഗിക്കൂലാന്ന് ആരാണ് എനിക്ക് വാക്ക് തരുക? അതേപോലെ വമാ ബൈന റിജ്ലൈഹി, രണ്ട് കാലിന്റെ ഇടയിലുള്ളത് ഗുഹ്യസ്ഥാനമാണ്, അതിനും ഒരാൾ എനിക്ക് ദുരുപയോഗം ചെയ്യൂല, തെറ്റായ വഴിയിൽ അത് ഞാൻ ഉപയോഗിക്കൂല എന്ന് വാക്ക് നൽകുകയാണെങ്കിൽ അദ്മൻ ലഹുൽ ജന്ന, അവന് സ്വർഗം വാങ്ങിക്കൊടുക്കാന്നുള്ള വാറണ്ടി അത് ഞാനും നൽകാൻ തയ്യാറാണ്. അവന് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്ക എന്ന് തയ്യാറാണ്. നമുക്ക് പലപ്പോഴും അറിയും, പല സദസ്സിൽ നമ്മൾ കേട്ടതാണ്, മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള ഗീബത്ത്, നമീമത്തുകള്, പരദൂഷണങ്ങള്, ചില സംസാരങ്ങൾ പറയുമ്പോ അതൊന്നിപ്പോ ഗീബത്തല്ലല്ലോ, ഉള്ളതല്ലേ എന്ന് പറയും. ഉള്ളതാണ് എന്നുണ്ടെങ്കിലാണ് ഗീബത്ത്, ഇല്ലാത്തതാണെങ്കിൽ ആരോപണമാണ്. ഒരാളിൽ ഉള്ളത്, അതൊക്കെ ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാത്തതൊന്നല്ലേ. ഉള്ള ഒരു കാര്യം മറ്റൊരുത്തിന് തൃപ്തിയില്ലാതെ അവന്റെ അഭാവത്തിൽ പറഞ്ഞാൽ അതിനാണ് ഗീബത്ത്. നേരെ മറിച്ച് ഒരാളിൽ ഇല്ലാത്ത ഒരു കാര്യം ഊഹാപോഹത്തിന്റെ പേരിലോ നമ്മുടെ ധാരണയുടെ പേരിലോ മറ്റോ പറയുന്നുണ്ടെങ്കിൽ അത് ആരോപണമാണ്, വലിയ കള്ള ആരോപണമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഒരിക്കലും പറയാൻ പാടില്ല സ്ത്രീ പുരുഷന്മാരെ കുറിച്ച്. അതേപോലെ നോമ്പുകാരായ നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധി പരിശോധിക്കണം. മറ്റുള്ള ആളുകളെ കുറിച്ച് നമ്മുടെ ഹൃദയം പരിശുദ്ധമാണ് എന്നുള്ളത്, ദുഷിച്ച ചിന്തയോ മറ്റുള്ളവരെ കുറിച്ചുള്ള അസൂയയോ കുശുമ്പോ കെടുമ്പോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങളും പ്രയാസങ്ങളും വരാനുള്ള താല്പര്യങ്ങളോ ഇതൊന്നും ഇല്ലാത്ത നിലക്ക് നമ്മുടെ ഹൃദയം അത് പരിശുദ്ധമാണ്, ശുദ്ധ ഹൃദയത്തിന്റെ ഉടമയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, ഖിയാമത്ത് നാളിൽ വരുന്ന സമയത്ത് മക്കൾ അവിടെ ഫലം ചെയ്യൂല. അതേപോലെ തന്നെ ദുന്യാവിലുണ്ടായിരുന്ന സമ്പത്ത് ഏക്കറക്കണക്കിനുള്ള ഭൂമിയാണെങ്കിലും മറ്റുള്ള സമ്പത്തുകളും അക്കൗണ്ടിലുള്ളതും ബാലൻസും അവിടെ ഫലം ചെയ്യൂല. അതൊന്നും അവിടെ വില പോകുന്ന സമയമല്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ സലീമായ ഹൃദയവുമായി പരലോകത്ത് വന്നവർക്കേ അവിടെ സുരക്ഷ ഉണ്ടാകുള്ളൂ. എന്തിൽ നിന്നൊക്കെ നമ്മുടെ ഹൃദയത്തിന് സുരക്ഷ വേണം? നമ്മുടെ മനസ്സിന് ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും സുരക്ഷ വേണം. അനാചാരത്തിൽ നിന്ന് ബിദ്അത്തിൽ നിന്ന് നമ്മുടെ മനസ്സിന് സുരക്ഷ വേണം. അതേപോലെ തന്നെ ദേഹ ഇച്ഛകളിൽ നിന്നും തെറ്റായ ചിന്താഗതികളിൽ നിന്നും നമ്മുടെ മനസ്സിന് സുരക്ഷ വേണം. ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ലക്ഷ്യങ്ങൾ താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കുന്ന മാനസികാവസ്ഥയും സുരക്ഷ വേണം. മുഅ്മിനീങ്ങളായ ആളുകളെ കുറിച്ച് ഏറ്റവും നല്ല മനസ്സ് വെച്ച് പുലർത്തുന്ന ആളായിരിക്കണം. അവനങ്ങനെ പ്രശ്നമാണ്, മറ്റവനങ്ങനെ പ്രശ്നം. ആളുകളെ നിരൂപണം ചെയ്യാം. ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും അത് നമ്മുടെ മനസ്സിൽ തകട്ടിങ്ങനെ വരിക എന്നുള്ളത്. കുറ്റങ്ങളില്ലാത്തവരാരാ? കുറവുകളില്ലാത്ത ആളുകളാരാ? നമ്മളെ കുറിച്ച് വീക്ഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോരായ്മകൾ നമുക്കില്ല. നമ്മൾ സംസാരത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, നമ്മുടെ നോട്ടത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, നമ്മുടെ ചിന്തകളിൽ പ്രശ്നങ്ങളുണ്ടാകും, നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുഴപ്പങ്ങളുണ്ടാകും. ആരാ കുറ്റമറ്റ ആളുകൾ? പരിപൂർണനായവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഓരോ ആളുകളും വീഴ്ചകളുണ്ടാകും. അപ്പൊ നമ്മൾ മറ്റുള്ള ആളുകളെ കുറിച്ച് പരമാവധി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിശാച് പലപ്പോഴും നമ്മളെ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കും അറിയാതെ. മറ്റു ചില ആളുകളെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ തെറ്റായ മോശമായ ചിന്താഗതികൾ ആളുകളെ കുറിച്ചുണ്ടാക്കി നമ്മൾ അപകടപ്പെടുത്തും. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇമാം ഹാക്കിമൊക്കെ റിപ്പോർട്ട് ചെയ്ത നാസിറുദ്ദീൻ അൽബാനി സഹീഹു തർഗീബ് എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബിൽ സഹീഹാണ്, സ്വീകാര്യോഗ്യമാണ് എന്ന് പറഞ്ഞു. ലൈസ സിയാമു മിനൽ അക്ലി വശുർബ്, ഭക്ഷണപാനീയത്തിൽ നിന്ന് മാത്രമല്ല നോമ്പ് എന്ന് പറയുന്നത്. അത് മാത്രം ഒഴിവാക്കി അതോടുകൂടെ നോമ്പായി, അവന്റെ നോമ്പ് പൂർണ്ണമായി? ഒരിക്കലുമല്ല. ഇന്നമ സിയാമു മിനൽ ലഗ്വി വറഫസ്, അനാവശ്യമായ സംസാരങ്ങൾ,
അതേപോലെ തന്നെ തെറ്റായ ദുഷിച്ച പ്രവർത്തനങ്ങൾ അതും കൂടി മാറ്റിവെക്കണം. എത്രത്തോളം പ്രവാചകൻ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മളെ പഠിപ്പിച്ചു. ഫഇൻ സാബക അഹദുൻ, നീ നോമ്പുകാരനാണ്, ആ സമയത്ത് ഒരാൾ നിന്നെ ചീത്ത വിളിച്ചു, ഒരാൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ പകരം ചെയ്യാൻ നമുക്ക് സ്വാഭാവികമായിട്ടും അവകാശമുണ്ട്. താനും നീതിയാണ് താനും. മാപ്പ് നൽകലാണ് ഏറ്റവും ശ്രേഷ്ഠമെങ്കിലും പകരത്തിന് പകരം ചെയ്യാം. പക്ഷെ നോമ്പുകാരനായി നിൽക്കുന്ന സമയത്ത് ഒരാളെ നിന്നെ ചീത്ത വിളിച്ചാൽ, വജഹില അലൈക്, അതല്ലെങ്കിൽ എന്തെങ്കിലും വിഡ്ഢിത്തരം നിന്നോട് ചെയ്താൽ, ഫഖുൽ ഇന്നി സ്വായിമുൻ ഇന്നിമ്രുഉൻ സ്വായിമുൻ. ഇത്രത്തോളം ഉന്നതമായ സ്വഭാവത്തിലേക്കാണ് പ്രവാചകൻ നമ്മെ ക്ഷണിക്കുന്നത്. ഇത്രത്തോളം ഉത്തമമായ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വരാനാണ് പ്രവാചകൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് നിന്നോട് ഇതുപോലെ പകരം ഇപ്പൊ പറയാൻ ഞാൻ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഇബാദത്ത് എന്നെ അനുവദിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഒരാൾ ചീത്ത വിളിക്കുക, ഒരാൾ നമ്മോട് വിഡ്ഢിത്തരം ചെയ്യാൻ, അപ്പൊ ആ മനുഷ്യരോട് പകരത്തിന് പറയാതെ ചെയ്യാതെ ഇന്നിമ്രുഉൻ സ്വായിമുൻ, നോമ്പിന്റെ സമയം ഈ മഹത്തായ ഇബാദത്തുമായി ഞാൻ പോകുമ്പോ ഇതിന് പകരം പറയാൻ എനിക്ക് അനുവാദമില്ല. അതിന് പകരം പറയാ എന്ന് പറയുന്നത് എന്റെ ഇബാദത്ത് എന്നെ അനുവദിക്കുന്നില്ല. മറ്റൊരു ഹദീസിൽ ഹൃദയത്തിന്റെ ശുദ്ധിക്ക്, അപ്പൊ നമ്മൾ അതിന് മാത്രം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്താണ്. മറ്റൊരു ഹദീസിൽ യസീദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, ഹദീസ് അല്പം ദീർഘമായ ഹദീസാണ്, അതും തന്നെ അൽബാനിക്ക് സഹീഹാണ് എന്ന് പറഞ്ഞ ഹദീസ് തന്നെയാണ്. പ്രവാചകൻ പറഞ്ഞു, സൗമു ശഹരി സബ്ർ, ക്ഷമയുടെ മാസത്തിലുള്ള നോമ്പ് അഥവാ റമദാൻ മാസത്തിലുള്ള നോമ്പ്, വസലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 ദിവസത്തെ നോമ്പ്. എല്ലാ മാസത്തിലും 3 ദിവസം, 13, 14, 15 അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് തുടർച്ചയായിട്ട് 13, 14, 15 ഒരാൾക്ക് നോമ്പ് പിടിക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ മാസത്തിൽ 3 ദിവസം സുന്നത്ത് നോമ്പ് പിടിച്ചാലും അതിന്റെ ആ ഒരു ഫള് ശ്രേഷ്ഠത ലഭിക്കും എന്ന് ഉലമാക്കൾ പറയലുണ്ട്. ഏതാണെങ്കിലും അങ്ങനെ ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ യുദ്ഹിബന വഹറ സദർ, മനസ്സിലുള്ള സംഘർഷങ്ങളും ദുഷിച്ച ചിന്തകളും ഒഴിവാക്കി കിട്ടും. നമ്മുടെ മനസ്സിൽ ദുഷിച്ച ചിന്തകളും അതേപോലെ തന്നെ ദുഷിച്ച തോന്നലുകളും മറ്റുള്ള ആളുകളുമായിട്ടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു വെറുപ്പുകൾ, വിദ്വേഷങ്ങൾ പോലത്തെ കാര്യങ്ങൾ അത് ഒഴിവായി കിട്ടും. റമദാനിലുള്ള നോമ്പ് ശരിയായ നിലക്ക് സൂക്ഷ്മമായി ഒരാൾ അത് അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെറുപ്പുകളും ആ വിദ്വേഷമൊക്കെ ശരിയായ നിലക്ക് നോമ്പ് അനുഷ്ഠിച്ച് നമ്മുടെ ഹൃദയം ശുദ്ധമായി കിട്ടും എന്നുള്ളത്. ശുദ്ധമായി കിട്ടും. നാവിൻ്റെത് നമ്മൾ പറഞ്ഞതുപോലെ നാവിൻ്റെത് അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമുക്ക് വളരെ പ്രയാസമില്ലാത്ത നിലക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു അവയവമാണ് നാവ്. അതുകൊണ്ട് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നന്മകൾ നേടിയെടുക്കാൻ കഴിയും. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ അത് പറഞ്ഞുകൊണ്ട് എപ്പോഴും നിന്റെ നാവിൽ അതിന്റെ ഒരു ഈർപ്പം, അതിന്റെ ഒരു നനവ് ഉണ്ടായിക്കൊള്ളട്ടെ. നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും യാത്രയിലും ജോലിയുടെ സമയത്തൊക്കെ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇനി അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ അവ ലിയസ്മുത്, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ അവൻ നല്ലത് പറയാം, അതല്ലെങ്കിൽ മൗനം പാലിക്കും. നമുക്ക് നാവ് തന്നു എന്ന് കരുതി അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പ്രയാസമില്ല എന്ന് കരുതി നമ്മൾ അതിനെ ദുരുപയോഗം ചെയ്യരുത്. ഖുർആൻ പാരായണം ചെയ്യാം, അദ്കാറുകൾ പറയാം, ഇസ്തിഗ്ഫാർ പറയാം. നമുക്കതിലേക്കൊക്കെ അത്യാവശ്യമുള്ള ആളുകളാണ്. മനുഷ്യരായ നമ്മൾ അറിഞ്ഞും അറിയാതെയും തെറ്റുകളും പാപങ്ങളും ഒക്കെ ധാരാളം വരുന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനും ഈ നോമ്പും ശാരീരികമായിട്ടുള്ള ഈ ഭക്ഷണപാനീയങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുള്ള നിയന്ത്രണവും അതിലുള്ള അവസരങ്ങളും നമുക്കുണ്ടാക്കി തന്നപ്പോ അല്ലാഹു നൽകിയ ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ അവയവങ്ങളെ സൂക്ഷിക്കുക, ഹൃദയത്തിന് നമ്മൾ സുരക്ഷിതമായി സംരക്ഷിക്കുക. തെറ്റായ ചിന്താഗതികളിലോ മറ്റുള്ള ആളുകളോട് വെറുപ്പോ വിദ്വേഷങ്ങളോ ഒന്നുമില്ലാതെ ആമാശയത്തിനൊക്കെ നമ്മൾ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് ഒഴിവാക്കി അതിനെ ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ മറ്റുള്ള അവയവങ്ങളെയും ഈ തെറ്റായ ദുഷിച്ച ചിന്താഗതികൾ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, പറയുന്നു, അർറിളാ യഫ്തഹു ലഹു ബാബസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിഅമത്തുകൾ, നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അർഹിക്കുന്ന നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് തോന്നുകയാണ് മറ്റുള്ളവർക്ക് നൽകിയതുപോലെ എനിക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റായ തോന്നലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വിഭവങ്ങൾ നാം അർഹിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കണ്ണിൽ, അവന്റെ കാഴ്ചയിൽ,
അവന്റെ തീരുമാനത്തിൽ ഈ പറയുന്നതിന് ഈ അടിമ അർഹനാണ്, അവനത് വേണ്ട അല്ലാഹു തആല നൽകുകയും ചെയ്തിരിക്കും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നത് പോലെ വർറിളാ ബിമാ ഖസംതഹു ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വിഹിതിച്ചത് എന്താണോ അത് തൃപ്തിപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ തരണം എന്ന്. അപ്പൊ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്താണോ അത് ഒരാൾ തൃപ്തിപ്പെടാൻ തയ്യാറായാൽ അവന്റെ മനസ്സിൽ നിന്ന് ദുഷിച്ച ഈ ചിന്തകൾ അത് മാറിക്കിട്ടും എന്ന ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുന്നത്. മാറിക്കിട്ടും. നമുക്ക് മറ്റുള്ള ആളുകളോട് അസൂയേ, വിദ്വേഷോ, വെറുപ്പോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തെറ്റാതെ വരുന്നുണ്ടെങ്കിലൊക്കെ അതിന്റെ ആത്യന്തികമായ അവസാനത്തിലേക്ക് മുരട്ടേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയത്, അള്ളാഹു ഇവിടെ തീരുമാനിച്ചത് അത് ശരിയായില്ല എന്നുള്ള വിമർശനത്തിലേക്കാണ് പോകുക. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ തീരുമാനിച്ചു, എനിക്കെന്താണോ നൽകി, അള്ളാഹു എന്താണോ കണക്കാക്കി, അതിൽ ഒരാൾ തൃപ്തിപ്പെടാനുള്ള മാനസികാവസ്ഥയിലേക്ക് വന്നു, അതിൽ സംതൃപ്തനായാൽ ഫയജ്അൽ ഖൽബഹു സലീമൻ നഖിയൻ, അവന്റെ ഹൃദയം അള്ളാഹു ഈ പറയുന്ന ദുഷിപ്പുകളിൽ നിന്ന് മുഴുവനും സുരക്ഷിതമായ വിറുവൃത്തിയുള്ള ഹൃദയത്തിന്റെ ഉടമയാക്കും എന്നുള്ളത്. മിനൽ ഗശ്, പിന്നെ ചതിവഞ്ചന അവിടെ വരൂല. വദ്ദഗൽ വൽഗിൽ, മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള വിദ്വേഷം അവിടെ വരൂല. മറ്റുള്ള ആളുകൾക്ക് നൽകിയതിനെ കുറിച്ചുള്ള വിമർശനങ്ങളോ ആക്ഷേപങ്ങളോ അവിടെ വരൂല. ഈ നിലക്ക് ശുദ്ധമായ പവിത്രമായ ഹൃദയത്തിന്റെ ഉടമയായി വന്നാലേ നമ്മൾ കേട്ട ആയത്തിൽ പറഞ്ഞതുപോലെ വലാ യൻജൂ മിൻ അദാബില്ലാഹി ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഇങ്ങനത്തെ സുരക്ഷിതമായ തെളിഞ്ഞ ശുദ്ധമായ ക്ലിയറായ ഹൃദയത്തിന്റെ ഉടമയായി വന്നാലേ ഖിയാമത്ത് നാളിൽ ഒരാൾക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അവനെ അവിടെ ആ ഹൃദയം ഉപകാരപ്പെടുകയും ചെയ്യുകയുള്ളൂ. വകുല്ലമാ കാനൽ അബ്ദു അശദ്ദ റിളൻ, അല്ലാഹു നൽകിയതിലും അല്ലാഹുവിന്റെ തീരുമാനങ്ങളിലും ഏറ്റവും കൂടുതൽ ഒരാൾ തൃപ്തിപ്പെടുമ്പോൾ കാന ഖൽബുഹു അസ്ലം, അവന്റെ ഹൃദയം ഏറ്റവും സുരക്ഷിതമായ വൃത്തിയുള്ള ഈ പറയുന്ന ദുഷിച്ച കാര്യങ്ങളൊന്നുമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയാകും. ഫൽ ഖുബ്സു വദ്ദഗലു വൽഗശ് വൽഗിശ്, ചതിയും വഞ്ചനയും വിദ്വേഷവും പോരും ഹൃദയത്തിലുള്ള ഈ വൃത്തികേടുകളൊക്കെ ഖരീനു സഖത്ത്, അള്ളാഹുവിനോടുള്ള വെറുപ്പിനോട് സഹവസിച്ചു വരുന്ന കാര്യങ്ങൾ. അള്ളാഹു എനിക്ക് തന്നതിലോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തതിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഇവിടെ നടപ്പാക്കിയ കാര്യങ്ങളിലോ ഒരാൾക്കൊരു സംതൃപ്തിയില്ല, വിമർശനമാണ്, അതിൽ വെറുപ്പാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സിൽ ഈ ദുഷിച്ച അസുഖങ്ങളും കാര്യങ്ങളും ചിന്തകളും അത് കടന്നുകൂടും. വസലാമത്തുൽ ഖൽബ്, ഒരാളുടെ ഹൃദയത്തിന്റെ സുരക്ഷ, അതിന്റെ നന്മ, അതിന്റെ ഗുണകാംക്ഷയുള്ള മനസ്സ്, എല്ലാവർക്കും നന്മ മാത്രം പ്രതീക്ഷിക്കുന്നു, എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവർക്കും സുരക്ഷ എന്ന് പറയുന്നത് ഖരീനുർ റിളാ, അള്ളാഹുവിന്റെ നിഅമത്തുകളിലും അള്ളാഹു നൽകിയതിലും അവന്റെ തീരുമാനങ്ങളിലും ഒരു അടിമക്ക് തൃപ്തിയുണ്ട് എന്ന് പറയുന്ന തെളിവാണ്. അതിന്റെ കൂടെയാണ് ഈ ഒരു മാനസികാവസ്ഥ ഒരാൾക്കുണ്ടാവും ചെയ്യുക. അപ്പൊ നമുക്ക് ഈ നോമ്പോടുകൂടെ ഈ നിലക്കുള്ള മാനസികമായ അവസ്ഥകളിൽ നിന്നിട്ട്, തെറ്റായ ചിന്താഗതികളിൽ നിന്ന്, ഈ പറയുന്ന ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നൊക്കെ ശരീരത്തിനെയും മനസ്സിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളത്. സയ്യിദ് ബിൻ അസ്ലം റഹിമഹുള്ള ഒരിക്കൽ പറയാണ്, അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഞാൻ ഒരിക്കൽ കടന്നു ചെന്നു. വഹുവ മരീദുൻ, അബൂ ദുജാന രോഗിയായി കിടക്കുകയായിരുന്നു. സിയറു അഅലാമിൻ നുബല എന്ന് പറയുന്ന കിതാബിൽ ഇമാം ദഹബി പറഞ്ഞ സംഭവമാണ്, ചരിത്രമാണ്. സയ്യിദ് ബിൻ അസ്ലം പറയാണ്, അബൂ ദുജാന റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രോഗം കാണാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. വകാന വജ്ഹുഹു യതഹല്ലൽ, അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ കത്തി പ്രകാശിക്കുന്നുണ്ട്. പ്രവാചകന്റെ സ്വഹാബിയാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു. രോഗിയായി കിടക്കുന്ന സമയത്ത് നല്ല തെളിഞ്ഞ പ്രകാശിക്കുന്ന മുഖമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ഫഖീല ലഹു, അദ്ദേഹം രോഗിയാണ്, ക്ഷീണോ അതിൻ്റെതായ മുഷിപ്പോ അതിൻ്റെതായ ഒരു തളർച്ച വിമർശനോ ഒന്നുമില്ല, നല്ല തെളിഞ്ഞ പ്രകാശിക്കുന്ന മുഖം കണ്ടു. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിക്കോട്, മാലി വജ്ഹിക യതഹല്ലൽ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഖം ഇത്ര പ്രകാശത്തോടു കൂടെ
ഇങ്ങനെ നമുക്ക് വല്ലാത്തൊരു സംതൃപ്തിയുള്ള മുഖമായി അനുഭവപ്പെടുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, മാ മിൻ അമലി ശൈഉൻ ഔസഖു ഇൻദി മിൻ ഇസ്നതൈൻ. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രതീക്ഷ നൽകുന്നത്. എന്റെ അമലയുടെ കൂട്ടത്തിൽ രോഗിയായി കിടക്കാണ്, മരണത്തോടടുത്ത സമയമാണ്. ഈ സമയത്ത് എനിക്ക് പ്രതീക്ഷ നൽകുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ചുള്ളത്. ഒന്നാമത്തത്, കുന്തു ലാ അതകല്ലമു ഫീമാ ലാ യഅനി. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ ഇടപെടാനും സംസാരിക്കാനും പോകലില്ല. ഒരു മനുഷ്യന്റെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ എന്ന പ്രവാചകൻ പറഞ്ഞു. ഒരു മനുഷ്യൻ ആൾ മുസ്ലിമാണ്, പക്ഷെ അവന്റെ ഇസ്ലാം നല്ല ഇസ്ലാമാ, നല്ലൊരു മുസ്ലിമാണ് എന്നുള്ളതിന്റെ തെളിവ് തർക്കുഹു മാ ലാ യഅനി. അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോവാതെ, സംസാരത്തിലാണെങ്കിലും വേറെ കാര്യത്തിലാണെങ്കിലും അവന് ദീനിലും ദുന്യാവിലും അവനെ ബാധിക്കാത്ത കാര്യങ്ങളാണ് അത് ഒഴിവാക്കുക എന്ന് കരുതി മറ്റുള്ള ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അവന് നമ്മളൊക്കെ ഒഴിവാക്കാന്നുള്ളത് അത് നമ്മളെ ബാധിക്കുന്നതാ. മറ്റുള്ള ആളുകൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരോട് തെറ്റ് ചെയ്യരുതേ എന്ന് പറഞ്ഞ് കൈക്ക് പിടിക്കൽ അത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആളുകളോട് കൽപ്പിക്കുക എന്നത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിനൊരു ഉദാഹരണം പ്രവാചകൻ വേറൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മളെ ബാധിക്കുന്നതാണ്. അതല്ല ഇവിടെ ചില ആളുകൾ ആവശ്യമില്ലാതെ ചില കാര്യങ്ങൾ ചെന്ന് ചാടും. ഒരാവശ്യം ഉണ്ടാവില്ല, അവനോട് ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല, അവനുണ്ടാവില്ല, വേറൊരുക്കുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഇടപെട്ടു. അദ്ദേഹം പറയാണ്, എന്നെ ബാധിക്കാത്ത ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ സംസാരിക്കാൻ പോലില്ല. അതൊന്ന്. മറ്റൊന്ന്, വൽ ഉഖ്റ ഫകാന ഖൽബി ലിൽ മുസ്ലിമീന സലീമ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച്, മുസ്ലിമീങ്ങൾ മുവഹിദീങ്ങളായ മുഅ്മിനീങ്ങളെ കുറിച്ച് എന്റെ മനസ്സ് എപ്പോഴും സുരക്ഷിതമായ ഈ പറയുന്ന വിദ്വേഷോ വെറുപ്പോ അസൂയേ കടുമ്പോ കുശുമ്പോ ഇതൊന്നുമില്ലാത്ത മനസ്സ്. നിയമത്തുള്ളവരുണ്ടാവും അതില്, സമ്പത്തുള്ളവരുണ്ടാവും അതില്, അഴകുള്ളവരുണ്ടാകും അതില്, സ്ഥാനമാനങ്ങളുള്ളവരുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും പല നിലക്കുള്ള നിയമത്തുകളായിരിക്കും നൽകിയിരിക്കുക. പക്ഷെ എനിക്കായിരുന്നൊരു ഉറപ്പുമില്ല, എനിക്കായിരുന്നൊരു വിദ്വേഷവുമില്ല. അള്ളാഹു അവന്റെ ഫضല് കൊണ്ട് അവന് കൊടുത്തു, അവനതിന് അർഹനായതുകൊണ്ട്. അത് അള്ളാഹുവിന്റെ നിയമത്തുകളാണ്, ഫضലുണ്ടായിക്കോട്ടെ കൂടിക്കോട്ടെ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു, അതില് അൽഹംദുലില്ലാഹ് കിട്ടിയത് നിയമത്തിലാണ്. എന്നിലേറെ മറ്റു പല ആളുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എത്രയോ മേലെയാണ്. സംതൃപ്തമായ മനസ്സായിരുന്നു. ഒരു വെറുപ്പും വിദ്വേഷവും മറ്റുള്ള മുസ്ലിമീങ്ങളെ കുറിച്ച് എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ മുഖത്തിന് ഈ പറയുന്ന തെളിച്ചവും ഈ ഒരു പ്രകാശവും, അത് എന്റെ ഹൃദയത്തിന്റെ ആ പ്രകാശം തെളി, ആ സലാമത്ത് അത് എന്റെ മുഖത്തിൽ കൂടെ പ്രകടമാകാണ്. അത് എന്റെ മുഖത്തിൽ കൂടെ പ്രകടമാകാണ്. ഇതിന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ് വേണ്ടത്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങൾക്കറിയാം, അല്ലാമ അബ്ദുൽ അസീസ് ഇബ്നു ബാസ്, സമാഹത്തു ഷെയ്ഖ് അൽ ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ കണ്ണുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചെറിയ 10-16 വയസ്സ് വരെ കണ്ണുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന് 16-ാമത്തെ വയസ്സ് വന്ന സമയത്ത് കണ്ണിന് അസുഖം വന്നു കണ്ട് അതിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണ്. അന്ധനായിട്ടാണ് ആ പണ്ഡിതൻ പിന്നെ ജീവിച്ചത്. അദ്ദേഹത്തിന്റെ നമ്മൾക്കൊക്കെ ഉള്ളത് പോലത്തെ പ്രത്യക്ഷമായ 2 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷേ ലോകത്തുള്ള കോടിക്കണക്കിന് കണ്ണുള്ള ആളുകൾക്ക് ജീവിച്ചിരുന്ന സമയത്തും മരണത്തിന്റെ ശേഷവും അദ്ദേഹം കാഴ്ച നൽകി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. കാഴ്ച നൽകി. ഇന്നും അല്ലാമ ഇബ്നു ബാസിന്റെ ഫത്വകളും അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളും അത് നമ്മൾ ഇന്ന് പരിശോധിക്കുകയും അതിൽ നിന്ന് നമ്മൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് ഇബ്നു ബാസ്. അദ്ദേഹത്തിന്റെ ഒരു ദുആ ഞാൻ കേട്ടിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തൊരു ദുആ കേട്ടു. അല്ലാഹുമ്മ അസ്ലിഹ് ഫസാദ ഖൽബി, അല്ലാഹുമ്മ അസ്ലിഹ് ഫസാദ ഖൽബി. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന്റെ നാശം, അതിന്റെ ആ വൃത്തികേട് നീ നന്നാക്കി തരണം. അത്ര വലിയൊരു പണ്ഡിതൻ അത് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മുടെ ഹൃദയം, പ്രവാചകൻ പറഞ്ഞതുപോലെ, ഒരാളെ ഹൃദയം അത് ശുദ്ധമായാൽ അവന്റെ മറ്റുള്ള അവയവങ്ങൾ മുഴുവനും അത് നന്നായി തീരും. ഒരാളെ ഹൃദയം അത് ഫാസിദായാൽ, നശിച്ചാൽ, ദുഷിച്ചാൽ അവന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും, അവയവങ്ങൾ മുഴുവനും അതുപോലെ ദുഷിച്ചതായിരിക്കും. ഹൃദയം നല്ലതാണോ? ചില ആളുകളോട് ഇസ്ലാമിന്റെ വേഷങ്ങളും കാര്യങ്ങളൊക്കെ പ്രത്യക്ഷത്തിലുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ തഖ്വ നമ്മളെ ഹൃദയത്തിലാണ്. അള്ളാഹ് നമ്മളെ ഈമാൻ അറിയും, അള്ളാഹു തആല നമ്മളെ തഖ്വ അറിയും. എന്റെ ഈമാൻ ഇവിടെയാണ്, നിങ്ങൾ താടിമ്മലോ വേഷത്തിലോ വാറിലോ എന്ന് പറയും. നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയം തഖ്വ കൊണ്ടും ഈമാൻ കൊണ്ടും നിറഞ്ഞു തുളുമ്പുന്നതാണെങ്കിൽ അതിൽ നിന്നുള്ള ആ തുളുമ്പൽ നിങ്ങളുടെ അവയവങ്ങളിലും പുറത്തും അത് പ്രകടമാകുമായിരുന്നു. നിങ്ങളുടെ ഹൃദയം അതിന് മാത്രം ശുദ്ധമല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് തുളുമ്പി നിങ്ങളുടെ ശരീര അവയവങ്ങളിൽ അത് പ്രകടമാകാത്തത്. അല്ലാഹുമ്മ അസ്ലിഹ് ഫസാദ ഖൽബി, അല്ലാഹുമ്മ അസ്ലിഹ് ഫസാദ ഖൽബി ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യും. അള്ളാഹുവിനോട് നമ്മുടെ ഹൃദയത്തിന് നന്നാക്കി തരാൻ, നമുക്ക് നൽകിയ അവയവങ്ങളെ അള്ളാഹുവിനോട് നന്നാക്കി തരാൻ വേണ്ടി ദുആ ചെയ്യാം. അവരോട് സത്യസന്ധതയോടെ, അതേപോലെ തന്നെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ,
അള്ളാഹുവിനോട് ദുആ ചെയ്യും. പിന്നെ നമ്മൾ ദുന്യാവിൽ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങളും അതിന്റെ പിന്നിലുള്ള വരും വരായികൾ നമ്മൾ ചിന്തിക്കാൻ തയ്യാറാവും. അതിന്റെ പിന്നിലുള്ള ഭവിഷ്യത്തുകൾ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ, പറഞ്ഞാൽ, ഇടപെട്ടാൽ, ആ കാര്യം ഞാൻ പ്രവർത്തിച്ചാൽ അതിന്റെ പിന്നിലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും? നല്ലതാണോ ചീത്തയാണോ? അത് നേട്ടമാണോ കോട്ടമാണോ? ഇത് പരിശോധിക്കാൻ തയ്യാറാകും. എടുത്തുചാട്ടം ഒഴിവാക്കുക. എടുത്തുചാട്ടം ഏത് കാര്യത്തിൽ പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് വരാതെ കാര്യങ്ങളുടെ അവധാനതയും സൂക്ഷ്മതയും അതിന്റെ മുന്നും പിന്നും പരിശോധിക്കുകയും വരും വരായികൾ ചിന്തിക്കുകയും ചെയ്യ ഹൃദയത്തിൽ അള്ളാഹുവിനോട് അതിന്റെ ശുദ്ധമായ അവസ്ഥയിൽ നിലനിർത്തിത്തരാനും പവിത്രമായ സലീമായ ഹൃദയത്തിന്റെ ഉടമയാക്കി തരാൻ അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ദുആകളുടെ കൂട്ടത്തിൽപ്പെട്ടത് ഹൃദയത്തിനെ നന്നാക്കി തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആകളുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ. എന്റെ നഫ്സിനെ, എന്റെ മനസ്സിനെയും ശരീരത്തിനും നീ അള്ളാഹുവെ തഖ്വ നൽകണം. എന്റെ ഹൃദയത്തിനും എന്റെ ശരീരത്തിനും തഖ്വ അനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് പോകാനുള്ള തൗഫീഖ് നീ നൽകണം, തഖ്വ നൽകണം. വസക്കിഹാ, നീ അതിനെ പരിശുദ്ധമാക്കി തരണം. അൻത ഖൈറു മൻ സക്കാഹ, അതിനെ പരിശുദ്ധമാക്കുന്ന ഏറ്റവും ഉത്തമനായ ആൾ നീയാണ്. മനസ്സിനെ നന്നാക്കി തരാൻ അള്ളാഹുവിനെ കഴിയുള്ളൂ. വേറെ ഒരു ദുആ അള്ളാഹുവിന്റെ റസൂൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ, അള്ളാഹുവിനെ ഭയപ്പെടാത്ത, ഖുശൂ ഇല്ലാത്ത ഹൃദയത്തിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഖാശിഈങ്ങളായി, താഴ്മയോടെ, വിനയത്തോടെ, ഭയഭക്തിയോടെ, അടക്ക ഒതുക്കത്തോടെയുള്ള ആ മനസ്സിന്റെ ഉടമയായി ഖുശൂ ഉള്ള അള്ളാഹുവിനോട്, അങ്ങനത്തെ ഇല്ലാത്ത ഖുശൂ ഇല്ലാത്ത ഹൃദയത്തിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്, പ്രവാചകൻ ധാരാളം സമയത്ത് പറയുന്ന ദുആയായിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം, അതിൽ സ്ഥിരമാക്കി നിർത്തണം. അനസ് റളിയല്ലാഹു അൻഹു ഈ പറയുന്ന ദുആ പ്രവാചകന് ധാരാളം സമയത്ത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലും വിശ്വസിച്ചിട്ടുണ്ട് റസൂലേ, ഞങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലും വിശ്വസിച്ചു, നിങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ പേടിയുണ്ടോ? അഥവാ പ്രവാചകൻ ഈ ദുആ ധാരാളം പറയുന്നത് കണ്ടപ്പോ പ്രവാചകന്റെ ഹൃദയത്തിന് വ്യതിചലനം ഉണ്ടാവൂല, അള്ളാഹുവിന്റെ കാവലും സംരക്ഷണമുണ്ട്. പിന്നെ എന്തിനാ പ്രവാചകൻ നിൽക്കാതെ ഈ ദുആ ഇടക്കിടക്ക് പറയുന്നത്? അത് സഹാബത്തിന്, തന്റെ അനുചരന്മാർക്ക്, ഉമ്മത്തിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ആ സ്വഹാബി മനസ്സിലാക്കിയെടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിലും ആമന്നാ ബില്ലാഹി വബി റസൂലി, ഞങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലും വിശ്വസിച്ചിട്ടുണ്ട് പ്രവാചകരെ. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഹൃദയം വ്യതിചലിക്കും, ദുഷിക്കും, നശിക്കും, ഈ ആദർശം നഷ്ടപ്പെടുന്ന പേടിയുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ പ്രവാചകൻ പറയാണ്, മനുഷ്യ മനസ്സുകൾ അള്ളാഹുവിന്റെ 2 വിരലുകളുടെ ഇടയിലാണ്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റിമറിക്കും അതിനെ, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ ഇന്ന് നല്ലൊരവസ്ഥയിലാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. ഏത് നിമിഷം മനുഷ്യൻ വ്യതിചലിക്കാവുന്നതേ ഉള്ളൂ, അവൻ നാശത്തിലേക്ക് പോകാവുന്നതേ ഉള്ളൂ, അവന് പരാജയത്തിലേക്ക് ചാടാവുന്നതേ ഉള്ളൂ. അപ്പൊ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക, അത് നമുക്ക് പഠിപ്പിച്ചു തന്നതാ പ്രവാചകൻ. മുഅ്മിനീങ്ങളുടെ ദുആകളുടെ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അള്ളാഹുവേ നീ സന്മാർഗത്തിലേക്ക് ചേർത്ത് ഹിദായത്തൊക്കെ നൽകിയതിന്റെ ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ വഴികേടിലാക്കരുത്, ഞങ്ങളുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ നീ വ്യതിചലിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ആക്കരുതേ എന്ന്. അത് മുഅ്മിനീങ്ങളുടെ ദുആകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആല ഇമ്രാനിന്റെ അവസാന ഭാഗത്തുള്ള 8-10 ആയാത്തുകളുടെ കൂട്ടത്തിൽ പറഞ്ഞതാ. മുഅ്മിനീങ്ങളുടെ ദുആകളിൽ പെട്ടതാണ്. അവരത് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്, ഇന്നക അൻതൽ വഹ്ഹാബ്. അപ്പൊ ഇതൊക്കെ മഹത്തായി റമദാനിൽ നമുക്കറിയാം ദുആക്ക് ധാരാളം ഉത്തരം ലഭിക്കുന്ന മാസമാണ്. അള്ളാഹു അവനിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടും തന്നെ ഈ പറയുന്ന ആയാത്തുകളിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബൻ എന്ന് പറഞ്ഞ ആയാത്തുകളിൽ നമ്മൾ അള്ളാഹു പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദുആ ചെയ്യാൻ, ഹൃദയം നന്നാക്കി തരാൻ, നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നന്നാക്കി തരാൻ, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ, നല്ല കാര്യങ്ങളോട് നമുക്ക് താല്പര്യമുണ്ടാവാൻ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം അതിലേക്ക് നമുക്ക് ആകർഷണമുണ്ടാവാൻ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ള ആനന്ദം അത് പരിശുദ്ധമായ ഖുർആനാക്കി തരണം അല്ലാഹുവേ. അതിനോട് നമുക്ക് ആകർഷണം, അതിനോട് നമുക്ക് താല്പര്യം, അത് പാരായണം ചെയ്യാനും അത് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമ്മുടെ മനസ്സിൽ അല്ലാഹു നമുക്ക് അതിനുള്ള ഇഷ്ടവും താല്പര്യവും ഉണ്ടാക്കിത്തരും.
അള്ളാഹു അത് നൽകിയാൽ നമുക്ക് അത് ആകർഷണമുള്ളതും ഇഷ്ടപ്പെട്ടതുമായി മാറും എന്നുള്ളതാണ് സത്യം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ മറ്റും പല നിലക്കും അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറൻ, കണ്ടോ, പള്ളിയിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് പറയാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ദുആയാണ്. പള്ളിയിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ ഔ അൻ അബ്ഗിയ ഔ യുബ്ഗ അലയ്യ. ഈ പറയുന്ന ദുആകളൊക്കെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്കാണെങ്കിലും ജോലിക്കാണെങ്കിലും ഒക്കെ പൊതുവായുള്ള ആ ദുആകൾ, പള്ളിയിലേക്കാണെങ്കിൽ പ്രത്യേകമായി അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറൻ വഫീ ലിസാനി നൂറൻ വഫീ സംഇ നൂറൻ വഫീ ബസരി നൂറൻ, അല്ലാഹുവിന്റെ പ്രകാശം അതിലൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലത്തെ ദുആകളും അവന്റെ ഭാഗത്തുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ ഉണ്ടാകുമ്പോ അവൻ സ്വാഭാവികമായിട്ടും മനസ്സും സ്വഭാവവും അത് സലീമായി വരികയും ഈ ലോകത്തും പരലോകത്തും അത് അവനും മറ്റുള്ള ആൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. റമദാനും ഇതിലുള്ള ഇബാദത്തുകളും ത്വാഅത്തുകളും അവന് സുരക്ഷിതമായി ലഭിക്കും, അതിന്റെ പ്രതിഫലങ്ങൾ. അതുകൊണ്ട് തഖ്വ ലഭിക്കും, അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാവാൻ കഴിയും, കാര്യബോധമുള്ള ഹിദായത്തുള്ള ആള് ആകാൻ കഴിയും. അതുകൊണ്ട് ഫൽനഗ്തനിം ഹാദ ശഹ്റൽ മുബാറക്, മഹത്തായ ബറക്കത്തുള്ള ഈ മാസം നമ്മൾ നേടിയെടുക്കുക. ലിഇലാജി അംറാദിൽ ഖുലൂബി വൽ അൽസുൻ, പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിന്റെയും നാവിന്റെയും ആ രോഗങ്ങളെ ചികിത്സിച്ച് മാറ്റാൻ. ആ പറയുന്ന അവയവങ്ങൾ, പ്രത്യേകമായിട്ടുള്ള 2 അവയവങ്ങൾ, ഹൃദയം അതേപോലെ തന്നെ നാവും, അതിന് പിടിപെട്ട രോഗത്തിൽ നിന്ന് അതിന് ചികിത്സിച്ച് രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് രോഗമുക്തമായി ആരോഗ്യമുള്ള നല്ല കാര്യങ്ങൾ നമ്മോട് ഉപദേശിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സഹായകരമായി നിൽക്കുന്ന നിലക്ക് നമ്മുടെ നിയന്ത്രണത്തിലുള്ള അവയവങ്ങളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. വന്നഹരിസ് കുല്ലൽ ഹിർസ്, എല്ലാവിധ ശ്രമങ്ങളും നടത്തും. അലാ ത്വഹാറത്തിഹാ വസലാമത്തിഹാ, ഹൃദയവും നാവും അതിനെ പരിശുദ്ധമാക്കി അതിനെ സുരക്ഷിതമാക്കി വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുക. എന്തുകൊണ്ട്? ലിഅന്ന ബിസലാമത്തിഹാ, നാവിനെയും ഹൃദയത്തെയും, പ്രത്യേകിച്ച് ഹൃദയം, അതേപോലെ തന്നെ അടുത്തു നിൽക്കുന്ന പദവിയും സ്ഥാനവുമുള്ള നാവും, അത് ഒരാളെ സുരക്ഷിതമായി കൊണ്ടു നടന്നാൽ തസ്ലമു ലിൽ മർഇ നഫ്സുഹു വദീനുഹു വദുനിയ, ഒരു മനുഷ്യന്റെ ദീനും അവന്റെ ദുനിയാവും അവന്റെ ശരീരവും മറ്റുള്ള അവന് ലഭിച്ച നിഅമത്തുകൾ ഓരോന്നും സുരക്ഷിതമായി കിട്ടും. നാവുകൊണ്ട് ഒറ്റ വാക്കാട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ വാള് കൊണ്ട് വെട്ടിമുറിച്ചത് പോലും കൂട്ടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കൂട്ടാൻ കഴിയൂല. അവരൊറ്റ വാക്ക് മതി. അവന്റെ നാവിൽ നിന്ന് ചാടി അവരൊറ്റ വാക്ക് മതിയാകും. അവൻ അതുകൊണ്ടുള്ള ദുരിതങ്ങൾ ഒരുപാട് പിന്നീട് അവൻ അനുഭവിക്കേണ്ടി വരും. എത്രയോ അനുഭവങ്ങളുണ്ട് അങ്ങനത്തെ, എത്രയോ വിഷയങ്ങൾ. എന്താണ് ഞാൻ പറയുന്നു, എന്താണ് പറയേണ്ടത്, ഇവിടെ ഞാൻ എന്താണ് പറയേണ്ടത്, ഇവിടെ ഞാൻ പറയാൻ പാടില്ലാത്തത് ഏതാണ് എന്നറിയാം. നാം അള്ളാഹുവിനോട് കാവലിന് തേടുന്നു. പറയുന്ന ഞാനോ അല്ലെ കേൾക്കുന്ന നിങ്ങളോ ഉത്തമരാണ് എന്നുള്ള ഭാവത്തോടു കൂടെയല്ല പറയും. നമ്മളെല്ലാവരും ഒരുപോലെയാണ്. അള്ളാഹു നമുക്കിതിൽ സുരക്ഷ നൽകിയാൽ നാം സുരക്ഷിതരാകും. നമ്മുടെ വാക്കിൽ കൂടെ അതല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ചിന്താഗതികളിൽ കൂടെ വലിയ അപകടങ്ങളിൽ നമ്മൾ ചെന്ന് ചാടി പരാജയപ്പെടുകയെ കഷ്ടപ്പെടുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുന്നു. വബിഫസാദിഹ, ഈ 2 അവയവങ്ങൾ അത് ദുഷിക്കുന്നതിനനുസരിച്ച് യഫ്സുദുദ്ദീൻ വദ്ദുനിയ, ഒരു മനുഷ്യന്റെ ദീനും അവന്റെ ദുനിയാവും അത് ദുഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ധാരാളം ദുആകൾ ഈ പറയുന്ന അവയവങ്ങളുടെ രക്ഷക്കും സുരക്ഷയ്ക്കു വേണ്ടിയിട്ടും അതിന്റെ നന്മയ്ക്കു വേണ്ടി നമുക്ക് പലപ്പോഴും പഠിപ്പിച്ചു തന്ന പല ദുആകളും ഉണ്ട്. രാവിലെയും വൈകുന്നേരം നമുക്ക് പറയേണ്ടുന്ന, ഉറങ്ങാൻ വേണ്ടി നമ്മുടെ വിരിപ്പിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് പറയാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ഒരു ദുആയാണ് അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർദ് റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു എന്ന് പറയുന്ന ദുആ. വഅൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ ഔ അജുറഹു ഇലാ മുസ്ലിം. അതിന്റെ അവസാനം അങ്ങനെ, ഒരു മുസ്ലിമായ മനുഷ്യനോട് എന്തെങ്കിലും ഒരു ഉപദ്രവം എന്റെ നാക്കുകൊണ്ടോ എന്റെ വാക്കുകൊണ്ടോ ഉണ്ടാവും, കാവലിനെ തേടുന്നു ഞാൻ. അതേപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ഭവിഷ്യത്ത് ദുരിതം വരുത്തി വെക്കുന്നതിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു. അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർദ് റബ്ബ കുല്ലി ഷൈഇൻ വമലീക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി. എന്റെ ശരീരത്തിന്റെ
ഷർറിൽ നിന്ന് ഞാൻ അല്ലാഹുവേ നിന്നോട് കാവലിനെ തേടുന്നു. അതേപോലെ തന്നെ വശരി ശൈത്വാനി വശിർക്കിഹി, പിശാചിന്റെ ഷർറും അവൻ തോന്നിപ്പിക്കുന്ന ഷിർക്കിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് കാവലിനെ തേടുന്നു. വഅൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ ഔ അജുറഹു ഇലാ മുസ്ലിം, ഒരു മുസ്ലിമിനോട് എന്തെങ്കിലും ഒരു ഉപദ്രവം എന്റെ ഭാഗത്തിൽ നിന്ന് ഞാൻ ഉണ്ടാവുക, വാക്കോ പ്രവൃത്തിയിൽ കൂടെ ഉണ്ടാവുന്നതിൽ ഞാൻ അല്ലാഹുവിനോട് കാവലിനെ തേടുന്നു. അതേപോലെ എന്റെ സ്വന്തം ശരീരത്തിലേക്ക്, മറ്റൊരു മുസ്ലിമിലേക്ക്, എന്റെ സ്വന്തം ശരീരത്തിനോടും മറ്റൊരു മുസ്ലിമിലേക്കും എന്തെങ്കിലും ഒരു വിപത്ത്, ഒരു ദൂഷ്യം, ഒരു തെറ്റ് ഞാൻ വരിച്ചു കൊണ്ടുവരുന്നതിൽ. കുട്ടികൾ ഈ ദുആ പറയലുണ്ടോ നിങ്ങൾ? അദ്കാർ മസായിന്റെ കൂട്ടത്തിൽ പറയലുണ്ടത്. രാവിലെയും വൈകുന്നേരം സ്വബാഹ മസായിൽ ഇത് പറയേണ്ടതാണ്. അതേപോലെ തന്നെ ഉറങ്ങാൻ നമ്മൾ പോയി വിരിപ്പിൽ ചെന്ന് ഇരിക്കുന്ന ആ സമയത്തും ഈ ദുആ പറയാൻ വേണ്ടി നമ്മോട് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പറയുന്ന ദൂഷ്യങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് രക്ഷയും കാവലും നൽകുമാറാവട്ടെ. നമ്മൾ നിർത്തിയാലോ? നിങ്ങൾക്ക് ക്ഷീണം ഉപകാരമൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ ഇനി മറ്റുള്ള ദിവസങ്ങളിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതും നമുക്ക് ഉപകാരപ്രദമായ ഇൽമാക്കി നൽകുമാറാവട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനർഹിക്കുന്ന നിലക്ക് നമുക്ക് അമലാക്കാനും, നമ്മുടെ ഈ മഹത്തായ നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന്റെ മഹത്തായ ഫളല് കൊണ്ട്, നിഅമത്ത് കൊണ്ട്, അതിലുള്ള പോരായ്മകളും വീഴ്ചകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു അത് പരിഹരിച്ച് നമ്മിൽ സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ മുഅ്മിനീങ്ങളായ നോമ്പുകാരും നിസ്കാരക്കാരുമായ അവന്റെ വചനങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്ന അടിമകൾക്ക് അവൻ വാഗ്ദാനം ചെയ്ത മഹത്തായ പ്രതിഫലങ്ങൾ കൊണ്ട് അവൻ നമ്മെ ആദരിക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا الشهر العظيم المبارك شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. وسبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.